ശാന്തി 13/6/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ഈ പരിധിയില്ലാത്ത കളിയിൽ നിങ്ങൾ ആത്മാവാകുന്ന ആക്ടർ പാർട്ട്ധാരിയാണ്. നിങ്ങളുടെ നിവാസ സ്ഥാനമാണ് സ്വീറ്റ് സൈലൻസ് ഹോം. അവിടേക്ക് ഇനി പോകണം. നമ്മൾ ആത്മാക്കൾ അഭിനേതാക്കളാണ്. നമ്മൾ ഈ ശരീരമാകുന്ന വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. ഈ ശരീരത്തിലൂടെ നാം നമ്മുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ്. ഈ കഥാപാത്രത്തിന് പലതരത്തിലുള്ള റോളുകളുണ്ട്, അല്ലെങ്കിൽ ഭാഗങ്ങളുണ്ട്. അമ്മയുടെ, അച്ഛൻ്റെ, ടീച്ചറിൻ്റെ, കുട്ടിയുടെ, സഹോദരിയുടെ, സഹോദരൻ്റെ, അങ്ങനെ പലതരത്തിലുള്ള പാർട്ട് അല്ലെങ്കിൽ റോളുകൾ നമുക്കുണ്ട്. ബാബ നമ്മളെ നമ്മുടെ വീടിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അത് സ്വീറ്റ് സൈലൻസ് ഹോമായ പരംധാമമാണ്. ഏറ്റവും മധുരമായ ശാന്തി നിറഞ്ഞ ലോകം. ആ സ്വീറ്റ് സൈലൻസ് ഹോമിലേക്ക് നമ്മൾ ആത്മാക്കൾ എല്ലാവരും തിരിച്ചു പോവുകയാണ്. ഈ കാര്യങ്ങൾ എത്രത്തോളം നാം സ്മൃതിയിൽ കൊണ്ടുവരുമോ അത്രത്തോളം നമ്മൾക്ക് ഈ ലോകത്തിൻ്റെ എല്ലാ ആകർഷണങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കും. നമ്മുടെ പുരുഷാർത്ഥത്തിലൂടെ ലക്ഷ്യത്തിലെത്താനും സാധിക്കും. ചോദ്യം: ആരാണോ ഡ്രാമയുടെ കളിയെ യഥാർത്ഥ രീതിയിൽ അറിയുന്നത്, അവരുടെ വായിൽ നിന്ന് ഏത് വാക്ക് ഒരിക്കലും വരിക സാധ്യമല്ല? ഉത്തരം: ഇങ്ങനെ നടന്നില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ നടക്കുമായിരുന്നു, ഇങ്ങനെ നടക്കരുതായിരുന്നു. ഈ വാക്കുകൾ ഡ്രാമയുടെ കളിയെ അറിയുന്നവർ പറയില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഈ ഡ്രാമയുടെ കളി പേനിനെ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്ത് സംഭവിക്കുന്നുവോ എല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഒരു വിഷമത്തിൻ്റെയും കാര്യമില്ല. ബാബ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ജ്ഞാനത്തിലെ ഒരു മുഖ്യമായ കാര്യമാണ് ഡ്രാമ കൃത്യമാണ്, ഡ്രാമ മംഗളകാരിയാണ്, ഡ്രാമ ആവർത്തിക്കുന്നതാണ് എന്നതാണ്. ഏത് കുട്ടികൾക്കാണോ ഈ ഡ്രാമയെക്കുറിച്ച് വളരെ കൃത്യമായ ആഴമായ ജ്ഞാനമുള്ളത്, അവരുടെ വായിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നു, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കരുതായിരുന്നു തുടങ്ങിയ വാക്കുകൾ ഒരിക്കലും വരില്ല. കാരണം അവർക്കറിയാം, ഈ ഡ്രാമ കൃത്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്താണോ എപ്പോഴാണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ സംഭവിക്കുക എന്നുള്ളത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. അതിനൊരിക്കലും ഒരു മാറ്റം വരുന്നില്ല. എന്താണോ നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നാം ഒരിക്കലും ഒരു ചോദ്യചിഹ്നം ഉയർത്തരുത്. കാരണം ഡ്രാമയിൽ എന്ത് നടക്കുന്നുവോ അങ്ങനെ തന്നെയാണ് നടക്കേണ്ടത്. ഈ കാര്യം ഏതു കുട്ടികളാണോ മനസ്സിലാക്കുന്നത് അവർക്കറിയാം, ഈ ഡ്രാമയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഒരിക്കലും ഒരു കാര്യത്തിലും മനപ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഏതുപോലെ ഒരു പേൻ തുടർച്ചയായി മുന്നോട്ടേക്ക് പോകുന്നു, അതുപോലെ ഈ നാടകവും മുന്നോട്ടേക്ക് തന്നെ പോകുന്നു. ഇതിലൊരിക്കലും ഒരു കാര്യവും തെറ്റായി അല്ലെങ്കിൽ കൃത്യമല്ലാതെ, അതുമല്ലെങ്കിൽ ആവശ്യമില്ലാതെ സംഭവിക്കുന്നില്ല. അതിനാൽ ഡ്രാമയെ മനസ്സിലാക്കുന്നവരൊരിക്കലും ഡ്രാമയെ ചോദ്യം ചെയ്യില്ല. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബ നമ്മെ ഇങ്ങനെയുള്ള പുതിയ വിശ്വത്തിൻ്റെ രാജ്യാധികാരം നൽകുന്നു. അതാർക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല. ഈ സന്തോഷത്തിലിരിക്കണം. 2. വിജയമാലയിലെ മണിയാകുന്നതിന് ജീവിച്ചിരിക്കെ ഈ പഴയ ലോകത്തിൽ നിന്ന് മരിക്കണം. ബാബയുടെ ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു,
എന്താണോ നാം ഉണ്ടാക്കുന്ന ഭാഗ്യം, ആ ഭാഗ്യം ഒരിക്കലും ആർക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല. ലോകത്തിലും പറയാറുണ്ട്, എന്താണോ നമ്മുടെ ഭാഗ്യത്തിലുള്ളത് അതാർക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല. എന്താണോ നമ്മുടെ ഭാഗ്യത്തിലില്ലാത്തത് അതൊരിക്കലും ലഭിക്കുകയും സാധ്യമല്ല. എന്നാൽ ഈ ജ്ഞാനത്തിൽ വന്നാൽ നമുക്ക് എന്താണോ നമ്മുടെ ഭാഗ്യത്തിൽ വേണ്ടത് അതെല്ലാം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ശ്രീമത്ത് അനുസരിച്ച് എന്ത് ഭാഗ്യമാണോ നാം ഉണ്ടാക്കുന്നത് അത് തീർച്ചയായും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും. അതാർക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല. ഈ കാര്യം ഓർത്ത് സന്തോഷത്തിലിരിക്കണം. 2ാം പോയിന്റിൽ ബാബ പറയുന്നു, വിജയമാലയിലെ മണിയാകണമെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് മരിക്കണം. ജീവിച്ചിരിക്കെ മരിക്കണം. സാധാരണ മരിക്കുമ്പോൾ മരിക്കുന്നവർക്ക് ലോകവും മരിച്ചു. എന്നാൽ നമ്മൾ ഈ ശരീരത്തിൽ തന്നെ ജീവനോടെ ഇരിക്കെ ഈ ലോകത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എല്ലാ മമത്വത്തിൽ നിന്നും മരിക്കുകയാണ്. ബാബയുടെ ഓർമ്മയിലൂടെ കഴിഞ്ഞ കാല വികർമ്മമെല്ലാം വിനാശമാക്കണം. വരദാനം: തൻ്റെ പവർഫുൾ സ്ഥിതിയിലൂടെ സർവരുടെയും ശുഭകാമനകളെ പൂർണ്ണമാക്കുന്ന മഹാദാനിയായി ഭവിക്കട്ടെ. പിന്നാലെ വരുന്ന ആത്മാക്കൾ കുറച്ച് ലഭിക്കുന്നതിൽ തന്നെ സന്തുഷ്ടരാകും. കാരണം അവരുടെ പാർട്ട് തന്നെ അല്പസ്വല്പം എടുക്കുന്നതിൻ്റേതാണ്. ഇങ്ങനെയുള്ള ആത്മാക്കൾക്ക് അവരുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള ഫലം പ്രാപ്തമാകുക. ആരും വഞ്ചിതരാകാതിരിക്കുക. ഇതിനായി ഇപ്പോൾ തന്നെ തന്നിൽ സർവശക്തികളും ശേഖരിക്കണം. എപ്പോൾ താങ്കൾ തൻ്റെ സമ്പൂർണ്ണ പവർഫുൾ മഹാദാനി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമോ അപ്പോൾ ഏതാത്മാവിനും തൻ്റെ സഹയോഗത്തിലൂടെ മഹാദാനം നൽകുന്ന കർത്തവ്യത്തിൻ്റെ ആധാരത്തിലൂടെ ശുഭഭാവനയുടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ദൃഷ്ടി കൊണ്ട് സായുജ്യമടയിക്കാൻ സാധിക്കും. അവസാന സമയം വരുന്ന ആത്മാക്കളെ തൃപ്തരാക്കുന്നതിന് ഇപ്പോഴേ തന്നെ സർവശക്തികളുടെ സ്റ്റോക്ക് ശേഖരിക്കണം. എപ്പോൾ ഇങ്ങനെ സമ്പൂർണ്ണ പവർഫുള്ളായി മഹാദാനി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏതാത്മാവിനെയും ദൃഷ്ടിയിലൂടെ നിറയ്ക്കാൻ അല്ലെങ്കിൽ സായുജ്യമടയിക്കാൻ സാധിക്കും. അവസാനം വരുന്ന ആത്മാക്കൾ വളരെ കുറച്ച് കിട്ടുന്നതിൽ തന്നെ വളരെ സന്തോഷിക്കുന്നു. അല്പസ്വല്പം എടുക്കാൻ വരുന്ന ആത്മാക്കളാണ്. അവർക്ക് എന്താണോ ആഗ്രഹം അവരുടെ മനസ്സിൻ്റെ ഭാവന പൂർത്തിയാകണം. വഞ്ചിതരാകരുത്. ഇതിനായിയാണ് നാം നമ്മുടെ സഹയോഗത്തിലൂടെ മഹാദാനം നൽകുന്ന കർത്തവ്യത്തിൻ്റെ ആധാരത്തിൽ ശുഭഭാവനയുടെ സ്വിച്ച് ഓൺ ചെയ്ത് അവരെ ദൃഷ്ടിയിലൂടെ നിറയ്ക്കുന്നത്. സ്ലോഗൻ: സദാ ഈശ്വരീയ മര്യാദകൾക്കനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ, എങ്കിൽ മര്യാദ പുരുഷോത്തമൻ ആയിത്തീരും. ഈശ്വരീയ മര്യാദകൾ നമ്മെ എപ്പോഴും സുരക്ഷിതരാക്കി വയ്ക്കും. ഈ ഈശ്വരീയ മര്യാദകൾ പരിപാലിക്കുന്നതിലൂടെ നാം സ്വയം മര്യാദ പുരുഷോത്തമനായി തീരും. മര്യാദ പുരുഷോത്തമൻ എന്നത് ദേവീ ദേവതകളുടെ ടൈറ്റിലാണ്. നാം ബാബയുടെ ശ്രീമതം ഫോളോ ചെയ്യുന്നതിലൂടെ ദേവീ ദേവതമാർക്ക് തുല്യരായി തീരുന്നു. ഓം ശാന്തി.